ഹലോ, നമ്മൾ സൗണ്ട് എന്ന പാഠഭാഗമാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾക്ക് ബാക്കി നോക്കാം. ഹിയറിങ് അഥവാ ശ്രവണം. നമുക്കറിയാം, എല്ലാവർക്കും ചെവി കേൾക്കാനുള്ള ഒരു കഴിവുണ്ടാവില്ലല്ലേ. ചിലവർക്ക് ജന്മന അതുണ്ടാവില്ല, ചിലവർക്ക് പല സാഹചര്യങ്ങൾ കൊണ്ട് അത് നഷ്ടപ്പെട്ടവരും ഉണ്ടാവും അല്ലേ. എങ്ങനെയാണ് നമുക്കൊരു സൗണ്ട് കേൾക്കുന്നത്? ഒരു സൗണ്ട് വന്ന് നമ്മുടെ ചെവിയിലെ ഇയർ ഡ്രമ്മിൽ അഥവാ കർണപടത്തിൽ വന്ന് തട്ടുമ്പോൾ നമ്മുടെ കർണപടം ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യും. അപ്പോഴാണ് നമുക്കൊരു സൗണ്ട് കേൾക്കാൻ വേണ്ടി പറ്റുന്നത്. ചിലവർക്ക് ഇതിനുള്ള ഈ ഒരു വൈബ്രേഷൻ്റെ അളവ് കുറയുമ്പോൾ കേൾവി ശക്തി കുറയാനും ഒക്കെ ചാൻസ് ഉണ്ട് ഇല്ലേ. അങ്ങനത്തെ ചെവി കേൾക്കാത്ത ആളുകൾ പല ബുദ്ധിമുട്ടും നേരിടുന്നുണ്ടാവും. എന്തൊക്കെയായിരിക്കും അത്? അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും അല്ലേ. അഥവാ ഒരു ആംഗ്യഭാഷയിലൊക്കെ സംസാരിക്കുക, അപ്പം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അതുപോലെ സംസാരിക്കാനും ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പിന്നെ സൗണ്ട് കൊണ്ട് മനസ്സിലാവുന്ന ചില അപകടങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റത്തില്ല അല്ലേ. അപ്പോൾ എന്താണ്, അപകട സാധ്യതയും ഉണ്ട് അവർക്ക്. ഇനി ഇങ്ങനെയുള്ള ആൾക്കാരോട് നമ്മൾ എങ്ങനെയാണ് പെരുമാറേണ്ടത്? നമ്മൾ അവരെ മാറ്റി നിർത്താനൊന്നും പാടില്ല അല്ലേ. നമ്മൾ അവരെപ്പോഴും ചേർത്ത് പിടിക്കണം. അവരോട് നല്ല എമ്പതിയോടുകൂടി പെരുമാറണം. പിന്നെന്താണ്, നമ്മൾ ചെയ്യുന്ന ജോലികളിലൊക്കെ അവരെയും കൂടെ ഉൾപ്പെടുത്താൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ സാധിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിലെയും അവർക്ക് മുന്തിയ പങ്കാളിത്തവും പരിഗണനയും നമ്മൾ നൽകണം. അപ്പോൾ ഇങ്ങനെയുള്ള ചെവി കേൾക്കാത്ത ആൾക്കാർ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അവരെ ചേർത്തി നിർത്തി കൂടെ നിർത്തേണ്ട ആവശ്യമുണ്ട് അല്ലേ. ഇനി മനുഷ്യന് എല്ലാ ശബ്ദവും കേൾക്കാൻ വേണ്ടി പറ്റില്ല. മനുഷ്യന് കേൾക്കാൻ പറ്റുന്നതിനൊരു പരിധിയുണ്ട് അല്ലേ, ലിമിറ്റ്സ് ഓഫ് ഓഡിബിലിറ്റി, ശ്രവണ പരിധി. ഇപ്പോൾ എന്താണ്, നമ്മുടെ ഗാൾട്ടൺ വിസിൽ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതെന്താണ്, ഡോഗ്സിനൊക്കെ നായ്ക്കളൊക്കെ വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നാണ് എന്ത്, ഗാൾട്ടൺ വിസിൽ എന്ന് പറയുന്നത്. അതിൻ്റെ സൗണ്ട് നമ്മൾക്ക് മനുഷ്യന്മാർക്ക് കേൾക്കാൻ വേണ്ടി പറ്റില്ല, പക്ഷേ ഡോഗ്സിന് അത് കേൾക്കാൻ വേണ്ടി പറ്റും. ഇനി ചില നാച്ചുറൽ കലാമിറ്റീസ്, പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ചില മൃഗങ്ങളും പക്ഷികളൊക്കെ ഭയങ്കരമായിട്ട് ശബ്ദമൊക്കെ ഉണ്ടാക്കുന്നത് കേൾക്കാം അല്ലേ നമുക്ക്. പക്ഷെ അത് നമ്മൾക്ക് എന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാവില്ല. ഇനി അതുപോലെ തന്നെ വവ്വാലുകൾക്ക് രാത്രിയിൽ സഞ്ചരിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അവർക്ക് രാത്രി കണ്ണ് കാണുന്നുണ്ടായിരിക്കും, പക്ഷെ നമ്മൾക്ക് ഇരുട്ടിൽ കണ്ണ് കാണാൻ വേണ്ടി പറ്റില്ലല്ലേ. നായ്ക്കളെ വിളിക്കാൻ ഉപയോഗിക്കുന്ന ഗാൾട്ടൺ വിസിലിൻ്റെ ശബ്ദം മനുഷ്യന് കേൾക്കാൻ വേണ്ടി സാധ്യമില്ല. അതുപോലെ തന്നെ പ്രകൃതി ദുരന്തങ്ങൾക്ക് മുന്നോടിയായി പക്ഷികളും മൃഗങ്ങളും അസാധാരണ പെരുമാറ്റം പ്രകടിപ്പിക്കും. വവ്വാലുകൾക്ക് ഇരുട്ടിലും സുഖമായി സഞ്ചരിക്കാൻ സാധിക്കും. ഇതൊന്നും മനുഷ്യന്മാർക്ക് കഴിയില്ലല്ലേ. ഇനി അതൊക്കെ എന്തുകൊണ്ടായിരിക്കും? നമുക്ക് നോക്കി നോക്കാം. എന്തുകൊണ്ടാണ് അതെന്ന് വെച്ചാൽ, മനുഷ്യന്മാർക്ക് എല്ലാ ഫ്രീക്വൻസിയിലുള്ള സൗണ്ട്സും കേൾക്കാൻ വേണ്ടി പറ്റില്ല. എല്ലാ ആവൃത്തിയിലുള്ള സൗണ്ടും മനുഷ്യർക്ക് കേൾക്കാൻ വേണ്ടി പറ്റില്ല. മനുഷ്യന്മാർക്ക് കേൾക്കാൻ പറ്റുന്ന ആവൃത്തിയിലുള്ള സൗണ്ട് ഏതൊക്കെയാണ്? 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയുള്ള സൗണ്ടാണ് മനുഷ്യന്മാർക്ക് കേൾക്കാൻ വേണ്ടി പറ്റുള്ളൂ. എന്താണ്, മനുഷ്യന്മാർക്ക് കേൾക്കാൻ വേണ്ടി പറ്റുന്ന സൗണ്ടിൻ്റെ ഫ്രീക്വൻസി എന്താണ്? 20 ഹെർട്സ് ആണ് മിനിമം ഉള്ളത്. അതുപോലെ മാക്സിമം 20,000 ഹെർട്സിൻ്റെ സൗണ്ടേ മനുഷ്യർക്ക് കേൾക്കാൻ വേണ്ടി പറ്റുള്ളൂ. നമ്മൾ പറഞ്ഞല്ലോ ഇനി 20 ഹെർട്സിൻ്റെ താഴെയുള്ള ഫ്രീക്വൻസി ഉള്ള സൗണ്ട്, 20 ഹെർട്സിലും താഴെ ഫ്രീക്വൻസി ആണെങ്കിൽ ആ സൗണ്ട്സിനെ നമ്മൾ പറയുന്നതാണ് ഇൻഫ്രാസോണിക് സൗണ്ട് എന്ന്. ഇനി അതുപോലെ 20,000 ഹെർട്സിൻ്റെ മേലെയുള്ള സൗണ്ടിനെ നമ്മൾ പറയുന്നത് ഏതാണ്? അൾട്രാസോണിക് സൗണ്ട് എന്ന്. അപ്പോൾ മനുഷ്യന്മാർക്ക് കേൾക്കാൻ പറ്റുന്ന ഫ്രീക്വൻസി ഏതാണ്? ആവൃത്തിയിലുള്ള സൗണ്ട് ഏതാണ്? 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയുള്ള സൗണ്ടേ മനുഷ്യർക്ക് കേൾക്കാൻ വേണ്ടി പറ്റുള്ളൂ. 20 ഹെർട്സിൻ്റെ താഴെയുള്ള സൗണ്ട്, അതിലും ഫ്രീക്വൻസി കുറവുള്ള സൗണ്ടിനെയാണ് നമ്മൾ പറയുന്നത് ഇൻഫ്രാസോണിക് സൗണ്ട് എന്ന്. ഇനി 20,000 ഹെർട്സിൽ മേലെയുള്ള, ഇതിലും ഫ്രീക്വൻസി കൂടുതലുള്ള സൗണ്ടിനെയാണ് നമ്മൾ പറയുന്നത്? അൾട്രാസോണിക് സൗണ്ട് എന്ന് അല്ലേ. ഇനി നമ്മൾ പറഞ്ഞു ഗാൾട്ടൺ വിസിൽ, നായ്ക്കളെ വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വിസിലാണ് ഗാൾട്ടൺ വിസിൽ എന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെ സൗണ്ട് മനുഷ്യർക്ക് കേൾക്കാൻ വേണ്ടി പറ്റൂല എന്നും പറഞ്ഞു. അതെന്തുകൊണ്ടായിരിക്കും ഗാൾട്ടൺ വിസിലിൻ്റെ സൗണ്ട് മനുഷ്യർക്ക് കേൾക്കാൻ വേണ്ടി പറ്റാത്തത്? ഈ ഒരു ഗാൾട്ടൺ വിസിലിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്താണ്? 30,000 ഹെർട്സ് ആണ്. നമ്മൾ പറഞ്ഞു മനുഷ്യന്മാർക്ക് 20,000 ഹെർട്സ് ഫ്രീക്വൻസി ഉള്ള അത്ര സൗണ്ട് വരെ കേൾക്കാൻ പറ്റുള്ളൂ, അത്ര ഫ്രീക്വൻസിയിലുള്ളതേ കേൾക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഗാൾട്ടൺ വിസിൽ ഇതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 30,000 ഹെർട്സ് ആണ്. അപ്പോൾ ഈ 30,000 ഹെർട്സൊക്കെ എന്താണ്, ഡോഗ്സിനപ്പോൾ ഈ ഒരു ഫ്രീക്വൻസിയിലുള്ള സൗണ്ടൊക്കെ കേൾക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് അവർക്ക് ഈ ഒരു വിസിൽ ഉപയോഗിക്കുന്നത്, അവരെ വിളിക്കാനൊക്കെ വേണ്ടിയിട്ട്. പക്ഷെ അത് മനുഷ്യന്മാർക്ക് കേൾക്കാൻ വേണ്ടി പറ്റൂല അല്ലേ. കാരണം 20,000 ഹെർട്സിൻ്റെ മേലെയുള്ള ഫ്രീക്വൻസിയുള്ള ഒരു സൗണ്ട് മനുഷ്യർക്ക് പറ്റത്തില്ല. ഇനി എന്തുകൊണ്ടായിരിക്കും
ബാറ്റ്സ് രാത്രിയൊക്കെ സഞ്ചരിക്കുന്നത്. ബാറ്റ്സ് ക്യാൻ പ്രൊഡ്യൂസ് ആൻഡ് ഹിയർ അൾട്രാസോണിക് സൗണ്ട് വേവ്സ്. അഥവാ എന്താണ് നമ്മൾ പറഞ്ഞു 20,000 ഹെർട്സ് ഫ്രീക്വൻസിൻ്റെ മേലുള്ള സൗണ്ടിനാണ് നമ്മൾ എന്ത് പറയുന്നത്, അൾട്രാസോണിക് വേവ്സ് എന്ന്. അപ്പോൾ എന്താണ് ബാറ്റ്സിന്, വവ്വാലുകൾക്ക് ആ സൗണ്ട് ഉണ്ടാക്കാനും അതുപോലെ തന്നെ ആ അൾട്രാസോണിക് വേവ്സിന് സൗണ്ട് ഉണ്ടാക്കാനും അത് കേൾക്കാനും വേണ്ടി വവ്വാലുകൾക്ക് പറ്റും. അതുകൊണ്ടാണ് വവ്വാലുകൾ രാത്രി യാത്ര ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും അവർ രാത്രി യാത്ര ചെയ്യുക? ഇപ്പോൾ ഒരു വവ്വാലാണെങ്കിൽ ഒരു വവ്വാൽ എന്താണ്, അത് നമ്മൾ പറഞ്ഞു അൾട്രാസോണിക് സൗണ്ട് ഉണ്ടാക്കും. അപ്പോൾ അതൊരു ശബ്ദം പുറപ്പെടുവിച്ചാണ്ടാണ് അതിങ്ങനെ പറക്കുക. അപ്പോൾ വഴിയിൽ എന്തെങ്കിലും മരമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒബ്സ്റ്റാക്കിൾസോ അഥവാ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ ആ ഒരു അൾട്രാസോണിക് സൗണ്ട് വേവ്സ് ഉണ്ടല്ലോ, ആ ഒരു തടസ്സത്തിൽ, ഒരു മരമാണ് അതിൻ്റെ തടസ്സം എന്നുണ്ടെങ്കിൽ അതിൽ ചെന്ന് തട്ടും. എന്നിട്ട് തട്ടുമ്പോൾ എന്തായിരിക്കും, ആ സൗണ്ട് തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു വവ്വാലുകൾക്ക് ആ സൗണ്ട് കേൾക്കാനും വേണ്ടി പറ്റുകയും ചെയ്യും അല്ലേ. അപ്പോൾ ആ സൗണ്ട് അതിന് കേൾക്കാനും വേണ്ടി പറ്റും. അപ്പോൾ ഇങ്ങനെ ആ സൗണ്ട്, അവരുണ്ടാക്കിയ സൗണ്ട് ആ ഒബ്സ്റ്റാക്കിൾസിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്ത സൗണ്ട് അവർ കേൾക്കും. അപ്പോൾ അവർക്ക് എന്ത് മനസ്സിലാവും, അവിടെ ഒരു തടസ്സം ഉണ്ടെന്ന് മനസ്സിലാക്കി അവരവിടുന്ന് മാറിപ്പോവാൻ വേണ്ടി അവർക്ക് പറ്റും. ഓക്കെ. പിന്നെന്താണ്, ഈ വെൻ earthquake occurs infrasonic waves are produced. അപ്പം എർത്ത് എന്തെങ്കിലും നാച്ചുറൽ കലാമിറ്റീസോ വെള്ളപ്പൊക്ക ഭൂകമ്പങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എന്താണ്, ഇൻഫ്രാസോണിക് വേവ്സ് ആണ് ഉണ്ടാവുന്നത്. ഇൻഫ്രാസോണിക് വേവ്സ് ഉണ്ടാവുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പക്ഷികൾക്ക്, ചില മൃഗങ്ങൾക്കോ പക്ഷികൾക്കോ ഒക്കെ എന്താണ്, ഇൻഫ്രാസോണിക് വേവ്സ് കേൾക്കാൻ വേണ്ടി പറ്റും. എന്താണ് ഇൻഫ്രാസോണിക് സൗണ്ട് എന്ന് പറയുന്നത്? 20 ഹെർട്സിലും താഴെയുള്ള സൗണ്ടാണല്ലേ. 20ലും താഴെയുള്ള സൗണ്ടാണ് എന്ത്, ഇൻഫ്രാസോണിക്. അപ്പോൾ എർത്ത് ഉണ്ടാകുമ്പോൾ ഉണ്ടാവുന്നത് എന്താണ്, ഇൻഫ്രാസോണിക് വേവ്സ് ആണ് ഉണ്ടാവുന്നത്. ഓക്കെ. അതുകൊണ്ടാണ് 20, നമ്മൾ പറഞ്ഞു 20 ഹെർട്സിൽ താഴെയുള്ള ഫ്രീക്വൻസിയുള്ള സൗണ്ട് മനുഷ്യന്മാർക്ക് കേൾക്കാൻ വേണ്ടി പറ്റൂല. അതുകൊണ്ടാണ് നമ്മൾക്ക് ആ ഒരു സൗണ്ട് കേൾക്കാനും മനസ്സിലാക്കാനും വേണ്ടി പറ്റാത്തത്. ഓക്കെ ആണോ? ഇപ്പോൾ എന്താണ് ഇതിൽ നമ്മൾ പറഞ്ഞത്, 20 ഹെർട്സ് ടു 20,000 ഹെർട്സ്, ഇത്ര ഒരു ഫ്രീക്വൻസി പരിധിയിലേ മനുഷ്യന്മാർക്ക് കേൾക്കാൻ വേണ്ടി പറ്റുള്ളൂ. എല്ലാ ഫ്രീക്വൻസിയിലുള്ള സൗണ്ടും മനുഷ്യർക്ക് കേൾക്കാൻ സാധ്യമല്ല. ഓക്കെ. ഇനി ഈ അൾട്രാസോണിക് വേവ്സ് ഉണ്ടല്ലോ, അതുകൊണ്ടുള്ള ഉപയോഗങ്ങളാണിതൊക്കെ. ഈ സോനാർ എന്നൊരു ഡിവൈസ് ഉണ്ട്. എന്തിനാണ് സോനാർ എന്ന ഡിവൈസ് യൂസ് ചെയ്യുന്നത്? സമുദ്രത്തിൻ്റെ, കടലിൻ്റെ ആഴം ഒക്കെ അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് എന്ത്, സോനാർ എന്ന് പറയുന്നത്. ഇതിൽ യൂസ് ചെയ്യുന്നത് എന്താണ്, അൾട്രാസോണിക് വേവ്സ് ആണ്. ഈ സോനാർ എന്ന് പറഞ്ഞ സാധനം കപ്പലിലൊക്കെ ഘടിപ്പിച്ചാണ്ടാണ് ആഴം അളക്കുക. അപ്പോൾ അതിൽ ഉപയോഗിക്കുന്നത് അൾട്രാസോണിക് വേവ്സ് ആണ്. അതിനുപയോഗിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മെഡിക്കൽ ഫീൽഡിൽ, ഹോസ്പിറ്റൽസിലൊക്കെ അൾട്രാസോണിക് സൗണ്ട് സ്കാനർ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവില്ലേ. അതിലൊക്കെ എന്താണ് ഉപയോഗിക്കുന്നത്, ഈ അൾട്രാസോണിക് വേവ്സ് ആണ്. അപ്പോൾ ഇതുകൊണ്ട് ഉപയോഗങ്ങളുണ്ടല്ലേ. ഇനി നമ്മൾ നമുക്ക് നോയ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കിപ്പോൾ ചില പാട്ടൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും പാട്ട് കേൾക്കാൻ. നമ്മുടെ ചെവിക്ക് നമുക്ക് ഇഷ്ടമായിരിക്കും. കാരണം എന്താണ്, അതിന് ഭയങ്കര നല്ല ക്രമമായ കമ്പനത്തോടെ ഉണ്ടാകുന്നതാണ് എന്ത്, മ്യൂസിക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കേൾക്കാൻ പ്ലസൻ്റ് ആയിരിക്കും, കേൾക്കാൻ ഭയങ്കര ഇമ്പമുള്ളതായിരിക്കും സംഗീതം എന്ന് പറയുന്നത്. ഇനി ഒച്ച എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അപ്പോൾ ഒച്ച എന്ന് പറയുന്നത് നമുക്ക് അത്ര കേൾക്കാൻ ഇഷ്ടമുണ്ടാവില്ല, ഭയങ്കര ഇറിറ്റേഷൻ ഫീൽ ചെയ്യും നമുക്ക്. അരോചകമായതും ക്രമരഹിതവുമായ കമ്പനം കൊണ്ട് ഉണ്ടാകുന്ന ശബ്ദത്തെയാണെന്ത്, നമ്മൾ ഒച്ച എന്ന് പറയുന്നത്. ഇനി നോയ്സ് പൊല്യൂഷൻ, ശബ്ദമലിനീകരണം. എന്താണ് ശബ്ദമലിനീകരണം? ഇപ്പോൾ ഈ ഒരു ചിത്രത്തിൽ നോക്കൂ, ഇവിടെ കുറേ സ്പീക്കർ ഉണ്ട്, പിന്നെ ഭയങ്കര റഫാണല്ലോ ഇവിടെ. അപ്പോൾ നമുക്ക് എന്തായിരിക്കും, ഈ ഒരു സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് ഭയങ്കര ശബ്ദം ഫീൽ ചെയ്യും. അപ്പോൾ ശബ്ദമലിനീകരണം സംഭവിക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ കേരള ഈസ് വൺ ഓഫ് ദി പ്ലേസ് വിത്ത് ദ ഹയസ്റ്റ് നോയ്സ് പൊല്യൂഷൻ ഇൻ ദ വേൾഡ്. നോയ്സ് എഫക്ട് നോട്ട് ഓൺലി അവർ ഫിസിക്കൽ ഹെൽത്ത് ബട്ട് ഓൾസോ അവർ മെൻ്റൽ ആൻഡ് ഇമോഷണൽ ലെവൽ. അഥവാ നമുക്ക് ഈ നോയ്സ് പൊല്യൂഷൻ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ, ഈ സിറ്റിയിലൊക്കെ ഭയങ്കര നോയ്സ് പൊല്യൂഷൻ ഉണ്ടാകുമ്പോൾ അവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര ഫിസിക്കൽ ഹെൽത്തിന്, അവരുടെ ശാരീരികവും മാനസികവുമായ അവർക്ക് എന്തുണ്ടാവും, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ എന്താണ്, നമ്മളെ മെൻ്റൽ ഹെൽത്തിനെയും ഫിസിക്കൽ ഹെൽത്തിനെയും അത് ബാധിക്കുന്നുണ്ട്. ഈ ലെഡ്സ് ടു ഹൈ ബ്ലഡ് പ്രഷർ, നമ്മുടെ ബ്ലഡ് പ്രഷർ കൂടാനും അതുപോലെ തന്നെ നമുക്ക് ബധിരത, പ്രമേഹം, ആസ്മ അങ്ങനത്തെ ഉള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാവാനും ഒക്കെ ഈ ശബ്ദമലിനീകരണം കാരണമാവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ശബ്ദമലിനീകരണം കൊണ്ട് നമുക്കും കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്, മാത്രമല്ല നമ്മുടെ പ്രകൃതിക്കും കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടല്ലേ. ഇനി നമുക്ക് എങ്ങനെ ശബ്ദമലിനീകരണം കുറക്കാം എന്ന് നമുക്ക് നോക്കാം. നമുക്കപ്പോൾ അതിനു വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും?
യൂസ് എയർ ഹോൺസ് ഇൻ വെഹിക്കിൾസ് ഈസ് പ്രൊഹിബിറ്റഡ് ബൈ ലോ. എന്താണ്? വാഹനങ്ങളിൽ എയർ ഹോണുകൾ ഉപയോഗിക്കുന്നത് നിയമം മൂലം നിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ്? എല്ലാവരും വാഹനങ്ങളിൽ എയർ ഹോൺ ഉപയോഗിക്കുന്നത് നിർത്തണം അല്ലേ? ഇനി ഹോൺ ടൈപ്പ് ലൗഡ് സ്പീക്കർക്ക് പകരം ബോക്സ് ടൈപ്പ് ലൗഡ് സ്പീക്കറുകൾ ഉപയോഗിക്കണം. പിന്നെന്താണ്? വാഹനങ്ങളുടെ സൈലൻസുകൾ ശരിയാം വിധം പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കുറേ മരങ്ങളൊക്കെ നട്ടുപിടിപ്പിക്കണം. Plant as many trees as possible to minimize noise pollution. Trees can reduce loudness of sound by absorbing sound energy. എന്താണ് പറഞ്ഞിട്ടുള്ളത്? മരങ്ങൾക്ക് ശബ്ദോർജ്ജത്തെ ആഗിരണം ചെയ്ത് ശബ്ദം കുറക്കാൻ വേണ്ടി സാധിക്കും. അതുവഴി എന്ത്? മരങ്ങൾ കുഴിച്ചിടുന്നത് വഴി നമുക്ക് എന്ത്? ശബ്ദമലിനീകരണം കുറച്ചൊക്കെ കുറക്കാൻ വേണ്ടി പറ്റും അല്ലേ? ഇനി നമ്മൾ രാവിലെ 6 മണിക്ക് മുമ്പും രാത്രി 10 മണിക്ക് ശേഷവും പൊതുസ്ഥലങ്ങളിൽ ലൗഡ് സ്പീക്കറുകൾ ഉപയോഗിക്കുന്നത് നിർത്തണം. അപ്പോഴും നമുക്ക് കുറച്ച് ശബ്ദമലിനീകരണം കുറക്കാൻ വേണ്ടി പറ്റും. പിന്നെ അതുപോലെ തന്നെ ആശുപത്രികൾ, വിദ്യാലയങ്ങൾ തുടങ്ങിയവയിൽ പരിസരത്ത് 50 ഡെസിബലിന് മുകളിൽ ശബ്ദമുണ്ടാക്കരുത് അല്ലേ? നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ എന്താണ് കൂടുതൽ അമിതമായിട്ട് നമ്മൾ സൗണ്ടൊന്നും ഉണ്ടാക്കാൻ വേണ്ടി പാടില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് എന്താക്കാം? ശബ്ദമലിനീകരണം ഒരു പരിധിവരെ കുറക്കാൻ വേണ്ടി പറ്റും അല്ലേ? അപ്പോൾ ഇത് ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ, ഈ സൗണ്ട് എന്ന ചാപ്റ്റർ ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഈ സൗണ്ട് എന്ന ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ട്? സൗണ്ട് എന്താണെന്നും എന്താണ് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്നും എന്തുകൊണ്ടാണ് സൗണ്ട് ഉണ്ടാവുന്നതും അങ്ങനെയുള്ള സൗണ്ടിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ.